അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലേക്ക് അല്ലാഹു നിയോഗിച്ചു. അല്ലാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ നിയോഗിച്ച പടച്ച റബ്ബ് മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും അല്ലാഹു ചെയ്തു. അല്ലാഹു തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലം മാ തശ്കുറൂൻ. വലഖദ് മക്കന്നാകും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് നാം ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, ആ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ഉപജീവനം നടത്താനുള്ള സംവിധാനവും നമ്മൾ ഏർപ്പെടുത്തി. ഖലീലം മാ തശ്കുറൂൻ, നിങ്ങൾ വളരെ വിരളം മാത്രമാണ് നന്ദി ചെയ്യുന്നത്. ഭൂമിയിൽ അല്ലാഹു ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ച അല്ലാഹു അവന്റെ ഉപജീവനത്തിന് വേണ്ട എല്ലാ സംവിധാനവും ഭൂമിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായി ചെയ്ത സംവിധാനം, അത് തേടിപ്പോകാനും മനുഷ്യനോട് അല്ലാഹു പറഞ്ഞു. അവനാവശ്യമായ സംവിധാനവും അധ്വാനിച്ചുണ്ടാക്കാൻ അല്ലാഹു തന്നെ കൽപ്പിച്ചു. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി വേണ്ടത് വെള്ളവും ഭക്ഷണവുമാണ്. വെള്ളവും ഭക്ഷണവും വായു അല്ലാഹു യഥേഷ്ടം സംവിധാനിച്ചല്ലോ. മനുഷ്യന് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ അല്ലാഹു സംവിധാനം ചെയ്തു. മനുഷ്യൻ വെളിയിലേക്ക് അവൻ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനുള്ള സംവിധാനവും അന്തരീക്ഷത്തിൽ നിന്ന് അത് വലിച്ചെടുക്കപ്പെടാനുള്ള സംവിധാനം സസ്യങ്ങളിലൂടെ അല്ലാഹു ചെയ്തു. ഒരുപാട് മാർഗങ്ങളിൽ അതിൽ ഒന്ന് സസ്യങ്ങളാണല്ലോ. സസ്യങ്ങളിലൂടെ ചെയ്ത പടച്ച റബ്ബ് ഭക്ഷണവും വെള്ളവും മനുഷ്യനോട് പറഞ്ഞത് നിങ്ങളത് തേടിപ്പിടിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എങ്ങനെ? ഹലാലായ മാർഗങ്ങളിലൂടെ തേടിപ്പിടിക്കാൻ. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നതായി കാണാൻ കഴിയും: ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ, അതുകൊണ്ട് ഭൂമിയുടെ വജസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ. വകുലൂ മിൻ റിസ്ഖി, അല്ലാഹു നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളൂ. വഇലൈഹിൻ നശൂർ, നിങ്ങൾ സമ്പാദിക്കുമ്പോഴും സമ്പാദിച്ച ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത്, സമ്പാദിക്കുമ്പോഴും വിനിയോഗിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വഇലൈഹിൻ നശൂർ, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യൻ സമ്പാദനത്തിന്റെ വഴിയിലേക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം വിട്ടേച്ചവൻ കടന്നു പോകുന്ന അല്ലാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർമ്മയോടെയാവണം നിങ്ങൾ സമ്പാദിക്കേണ്ടത്. ഏത് രീതിയിലും മനുഷ്യനെ സമ്പാദിക്കൽ അനുവദനീയമല്ല. അല്ലാഹു പറഞ്ഞ, അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ മാത്രമേ സമ്പാദിക്കാവൂ. അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ മാത്രമേ അത് വിനിയോഗിക്കുകയും ചെയ്യാവൂ എന്ന് സമ്പാദനത്തിന്റെയും വിനിയോഗത്തിന്റെയും എല്ലാ മാർഗങ്ങളെയും സ്പർശിച്ചു പറഞ്ഞ ആയത്താണിത്. വഇലൈഹിൻ നശൂർ, ആയത്തിന്റെ അവസാന ഭാഗം എല്ലാവരുടെയും മനോമുഖരത്തിൽ കൊത്തിവെക്കേണ്ടതാണ്. അല്ലാഹു പറഞ്ഞത് ഹലാല് മാത്രമേ നിങ്ങൾ സമ്പാദിക്കാവൂ, ഹലാല് മാത്രമേ നിങ്ങൾ കഴിക്കുകയും ചെയ്യാവൂ. എന്തുകൊണ്ട്? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുണ്യ നബിയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്: ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു നല്ലവനാണ്, ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, ഹലാല് മാത്രമല്ല, ഹലാലൊന്നു വേറെ, തയ്യിബ എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെയാണ്. ഹലാല അല്ലാഹു തയ്യിബാണ്, ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, തയ്യിബല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇവിടെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഹലാലായാലും പോരെ, ഹലാലും തയ്യിബാകാൻ ശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഹലാലാവാൻ ശ്രമിക്കേണ്ടതാണ്.
നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത് എന്തുകൊണ്ട് ഹലാലല്ലാതെ അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് മനുഷ്യർക്ക് മാർഗനിർദ്ദേശം നൽകാനായി അല്ലാഹു നിയോഗിച്ച അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് മുഴുവൻ അല്ലാഹു നൽകിയ നിർദ്ദേശം എന്താ? വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു തന്റെ മുർസലീങ്ങളോട് പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ലത് മാത്രമേ കഴിക്കാവൂ, വഅമലൂ സ്വാലിഹൻ, നിങ്ങൾ നല്ലത് മാത്രമേ ചെയ്യുകയും ചെയ്യാവൂ. ഇത് രണ്ടും ചേർത്താ പറഞ്ഞത്. നല്ലതല്ല ഒരാൾ കഴിക്കുന്നതെങ്കിൽ നല്ലത് ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണിത്. തലമുറകൾ എന്തുകൊണ്ട് നശിച്ചു പോകുന്നു? എന്റെ മകൻ എന്തേ ഇങ്ങനെയായി പോയത്? എന്റെ മകൾ എന്തേ ഇങ്ങനെ നശിച്ചു പോയത് എന്ന് ചിന്തിക്കുന്ന പിതാവിനോട് വിശുദ്ധ ഖുർആൻ ഒരു വേള ചിന്തിക്കാൻ പറയുന്നത്, ആ കുട്ടിക്ക് നൽകിയത് പൂർണ്ണമായും ഹലാലാണോ എന്ന് ചിന്തിക്കാൻ പിതാവിനെ പ്രേരിപ്പിക്കുകയാണ്. കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സ്വാലിഹൻ, നല്ലതേ നിങ്ങൾ കഴിക്കാവൂ, എന്നാലേ നല്ലത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശം അതാണ്. നല്ലത് സമ്പാദിക്കണം, നല്ലത് മാത്രമേ കഴിക്കാവൂ. മാത്രമല്ല മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകിയ നിർദ്ദേശം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ കഴിക്കുക. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിനെ നന്ദി ചെയ്യുകയും ചെയ്യുക. വഷ്കുറൂ ലില്ലാഹ്, ത്വയ്യിബാത്ത് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞാണ് അല്ലാഹുവിനെ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞത്. വലിയ സൂചനകളുണ്ടതിൽ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. വിശുദ്ധ ഖുർആൻ ഹലാൽ സമ്പാദിക്കാൻ ശ്രദ്ധിക്കണം. പലിശ എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. സമ്പാദനത്തിന്റെ ഹലാലായ വഴികൾ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, ഹറാമായ വഴികളും അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാലഘട്ടത്തില് പലിശ സംബന്ധമായുള്ള ആയത്തിറങ്ങുന്നത്. ആ ആയത്തിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് സ്വഹാബികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബികൾ എങ്ങനെയായിരുന്നു പലിശയോട് സ്വീകരിച്ചിരുന്ന സമീപനം? ഇതാ നമ്മൾ ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അതാ നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലാലല്ല ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ, ഹറാമാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അയാളുടെ ഭക്ഷണം ഹറാമാകും. ഹറാമാണ് ഒരാൾ ഭക്ഷിക്കുന്നത് എങ്കിൽ, കേൾക്കണേ, ഈ വിഷയത്തിന്റെ അടിത്തറയാണ് കുല്ലു ലഹമിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന എല്ലാ മാംസവും, ഹറാമിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ മാംസവും, കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ മാംസവും, ഫന്നാറു ഔലാ ബിഹി, നരകമാണ് ഇതിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പുണ്യനബി എപ്പോഴും ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഇലൈഹാ മആദി. അല്ലാഹുവേ, എന്റെ ഉപജീവനത്തിന്റെ തലമായ ഭൂമിയിലെ എന്റെ ഉപജീവനം നീ നന്നാക്കി തരണേ അല്ലാ. എന്നിട്ട് ആ പുണ്യനബി പറഞ്ഞത് വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഇലൈഹാ മആദി, എന്റെ മടക്കത്തരമായ ആഖിറം നന്നാക്കി തരണേ. ദുന്യാവിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ല ഹറാമാണോ? നമ്മുടെ സമ്പാദ്യം ഹറാമാണോ? ആഖിറം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഈ പ്രാർത്ഥനയിൽ സൂചനയുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു പുണ്യനബി ഒരിക്കൽ പള്ളിയിലേക്ക് വരുമ്പോ കാണുന്നത് പള്ളിയുടെ ഒരു ഭാഗത്ത് സകാത്തിന്റെ ഈത്തപ്പഴം കൂട്ടിവെച്ചിട്ടുണ്ട്.
സക്കാത്തിന്റെ ഈത്തപ്പഴം കൂട്ടിവച്ചിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു, ചെറിയ കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലേക്ക് ഓടി വരുന്നു. ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് കഴിക്കാനായി തന്റെ വായിലേക്ക് കൊണ്ടുപോകും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗം കാണുന്നത്. പുണ്യനബി ഓടി വന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങിയിട്ട് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, കുഞ്ഞുമോനെ, ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി, ഇത് മുഹമ്മദ് നബിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനോ ഹലാലല്ല. ഇത് സക്കാത്താണ്. എന്തേ പുണ്യനബി അങ്ങനെ പറഞ്ഞത്? ഹറാമ് കഴിച്ചാൽ അത് രക്തത്തിൽ ലയിച്ചു പോകും. പിന്നെ ഒരിക്കലും അത് രക്തത്തിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.